ഹരേ കൃഷ്ണ. ഒരിക്കൽ ഒരു പ്രായമായ അമ്മൂമ്മയും പേരമകനും ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മൂമ്മ ഗുരുവായൂരപ്പനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: കൃഷ്ണ ഗുരുവായൂരപ്പ, എത്രയോ നാളായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഏറെ നേരം പ്രാർത്ഥിക്കണം. തിരക്ക് കാരണം ഇതിനൊന്നും എനിക്ക് കഴിയുന്നില്ല. ഞാൻ കൊണ്ടുവന്ന തുളസിമാലയും ചാർത്തി നിൽക്കുന്ന ഈ കണ്ണനെ ഒന്ന് കാണണമെന്നുണ്ട്. ആ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തരണേ എൻ്റെ കണ്ണാ. അങ്ങനെ അമ്മൂമ്മ ക്ഷേത്രത്തിനകത്തു കയറി. പക്ഷേ തിരക്ക് കാരണം മര്യാദക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിഞ്ഞില്ല. പുറത്തിറങ്ങിയ അമ്മൂമ്മ തുളസിമാല അവിടെ സമർപ്പിക്കാൻ മറന്നുപോയി. വീണ്ടും അകത്തു കയറി ഒന്നുകൂടി കണ്ണനെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ച് ഈ മാല അവിടെ സമർപ്പിക്കാമെന്ന് കരുതി. പക്ഷേ നല്ല തിരക്കായിരുന്നു. ഇനി എങ്ങനെ എൻ്റെ ആഗ്രഹം സാധിക്കും? അമ്മൂമ്മ വളരെ വിഷമത്തിലായി. ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു തിരുമേനി അവിടെ വന്നിട്ട് അമ്മൂമ്മയോട് ചോദിച്ചു: ഈ മാല ഞാൻ ചാർത്തിയാൽ മതിയോ? അമ്മൂമ്മയുടെ ആഗ്രഹം ആ തിരുമേനിക്ക് എങ്ങനെ മനസ്സിലായി? അമ്മൂമ്മ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു. അമ്മൂമ്മയുടെ കയ്യിലെ തുളസിമാല ആ തിരുമേനിക്ക് നൽകി. അപ്പോൾ തിരുമേനി പറഞ്ഞു: എൻ്റെ പുറകെ വരൂ. അവരെയും കൂട്ടി തിരുമേനി തിരുനടയ്ക്ക് മുന്നിൽ എത്തി. തിരുമേനി അമ്മൂമ്മയോട് പറഞ്ഞു: ഞാൻ ശ്രീകോവിലിൽ കയറി ഈ മാല ചാർത്താം. ഞാൻ ഇറങ്ങുന്നതുവരെ ഭഗവാനെ കണ്ണിറയെ കണ്ടോളൂ. അമ്മൂമ്മയും പേരമകനും തൃപ്തിയോടെ തുളസിമാല ചാർത്തിയ കണ്ണനെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അവിടെ വേറൊരു തിരുമേനി വന്നിട്ട് അമ്മൂമ്മയോട് ചോദിച്ചു: ആരാണ് ഇവിടെ, എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു: മറ്റൊരു തിരുമേനി പറഞ്ഞതാണ് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ മറ്റുള്ള തിരുമേനികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവരാരും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി ശ്രീകോവിലിനുള്ളിൽ പോയിട്ടുണ്ടെന്ന് അമ്മൂമ്മ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു തിരുമേനി ശ്രീകോവിലിനുള്ളിൽ കണ്ടിട്ടില്ല. അമ്മൂമ്മയുടെ തുളസിമാല ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് മനസ്സിലായി, വന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അമ്മൂമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ഭഗവാൻ കാണിക്കുന്നുണ്ട്! ഓരോ ദിവസവും ഓരോരോ അത്ഭുതങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്.